നമസ്കാരം. ഇന്ന് ജൂൺ 10 തിങ്കളാഴ്ചയാകുന്നു. ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ ചില അത്ഭുതകരമായ കാര്യങ്ങൾ ഇന്നേ ദിവസം സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ചില രാശിക്കാർക്ക് ഇത്തരത്തിൽ സംഭവിക്കും. എന്താണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് ആദ്യം മനസ്സിലാക്കാം. ചന്ദ്രൻ സ്വന്തം രാശിയായ കർക്കിടകത്തിൽ സംക്രമിക്കാൻ പോകുന്ന ദിവസമാകുന്നു. കൂടാതെ ഇന്ന് ജ്യേഷ്ഠമാസത്തിലെ ശുക്ലപക്ഷത്തിലെ ചതുർത്ഥി തിഥി കൂടിയാകുന്നു. ഇന്നേ ദിവസം ചില അത്ഭുതകരമായ യോഗങ്ങളാൽ വളരെയധികം നേട്ടങ്ങൾക്കും സാധ്യത കൂടുതലാകുന്നു. ഇന്നേ ദിവസം രവിയോഗം, സർവാർത്ഥസിദ്ധി യോഗം, ധ്രുവയോഗം, പൂയം നക്ഷത്രം എന്നിവയുടെ ശുഭകരമായ സംയോജനവും നടക്കുന്നു. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള യോഗങ്ങൾ ഇന്നേ ദിവസം ചില രാശിക്കാരുടെ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങളും വരുന്ന 3 ദിവസങ്ങളിൽ അനുകൂലമായ ഫലങ്ങളും നൽകും എന്ന കാര്യം ഓർക്കുക. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ അഥവാ രാശിക്കാർക്കാണ് തേടിയെത്തുന്നത് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇന്നേ ദിവസം തീർച്ചയായും ഇവർ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് പ്രവർത്തിക്കുകയാണ് എങ്കിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരും എന്ന കാര്യവും ഓർക്കുക. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് ഇടവം രാശിയാകുന്നു. ഇടവം രാശിക്കാർക്ക് ഇന്നു മുതൽ 3 ദിവസം വളരെ അനുകൂലമായ ഫലങ്ങൾ ലഭിക്കുന്നതായ ദിവസങ്ങളാകുന്നു. ജൂൺ 10 ഇവർക്ക് ഏറ്റവും ശുഭകരമായ ദിവസമായി തന്നെ കണക്കാക്കാം. സാമ്പത്തികപരമായി ഇന്നേ ദിവസം ചില നേട്ടങ്ങൾ, തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ചില വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ടും ഇത്തരം കാര്യങ്ങൾക്ക് സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. മനസ്സിന് സമാധാനം ലഭിക്കുന്നതായ ചില കാര്യങ്ങൾ കേൾക്കുവാനോ കാണുവാനോ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. കൂടാതെ ഇന്നേ ദിവസം ഓഫീസുമായി ബന്ധപ്പെട്ട് അനുകൂലമാണ്. എന്നിരുന്നാലും ചില വിഷമങ്ങൾ, ചില പ്രയാസങ്ങൾ വന്നു ചേരുവാനോ അല്ലെങ്കിൽ തിരക്കുകൾ വർദ്ധിക്കുവാനോ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. സമ്മർദ്ദം അനുഭവപ്പെടാനുള്ള സാധ്യതകളുണ്ട് എന്ന് പറയാം. എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ പറയാം. പൊതുവെ നോക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ ദിവസങ്ങളാകുന്നു. ചില വാർത്തകൾ നിങ്ങൾക്ക് ശുഭകരമായി കേൾക്കുവാൻ സാധിക്കും. അത് കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ അത്തരം വാർത്തകൾ കേൾക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യം ഓർക്കുക. കൂടാതെ ഈ സമയം പുതിയ ബിസിനസ് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ഇന്ന് പൊതുവെ അനുകൂലമായ ദിവസമാണ് എന്ന് പറയാം. വിദേശവുമായി ബന്ധപ്പെട്ട് പഠനത്തിന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ഈ സമയം ചില കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരും എന്ന കാര്യവും ഓർക്കുക. പൊതുവെ ഈ സമയം ധനപരമായ നേട്ടങ്ങൾക്കും സന്തോഷകരമായ നിമിഷങ്ങൾക്കും സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ചില ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ ആ ആഗ്രഹങ്ങൾ നടക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. പരമശിവന്റെ കടാക്ഷം കൂടി നിങ്ങൾക്കുള്ളതിനാൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരും എന്ന കാര്യവും ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ, തടസ്സങ്ങളുണ്ട് എങ്കിൽ തീർച്ചയായും തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും ശിവലിംഗത്തിൽ ഗൗരി ശങ്കര രുദ്രാക്ഷം സമർപ്പിക്കുന്നതും ശുഭകരമാണ്. കൂടാതെ രാവിലെയും വൈകുന്നേരവും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും മഹാമൃത്യുഞ്ജയ മന്ത്രം ജപിക്കുന്നതും ശുഭകരം തന്നെയാകുന്നു. ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് ചിങ്ങം രാശിയാകുന്നു. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നേ ദിവസം അനുകൂലമായ ഫലങ്ങൾ ആരംഭിക്കുന്ന ദിവസങ്ങളാകുന്നു. വരുന്ന 3 ദിവസങ്ങളിൽ ഇത്തരത്തിൽ അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം എന്ന് തന്നെ പറയാം. സാമ്പത്തികപരമായ നേട്ടങ്ങൾ, ഉയർച്ച വന്നു ചേരാം. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയും അത് ശരിയായ രീതിയിൽ തന്നെ നിറവേറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കും. സ്വന്തം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലാഭം വർദ്ധിക്കുകയും പുരോഗതി കൈവരിക്കുവാൻ സാധിക്കുന്നതായ സമയമാണ് എന്ന് തന്നെ പറയാം. മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ പുരോഗതി പ്രതീക്ഷിക്കാം എന്ന കാര്യവും ഓർക്കുക. നിങ്ങളുടെ കഴിവുകളിലൂടെ പണം സമ്പാദിക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. സാമ്പത്തിക സ്ഥിതി മുൻപത്തേക്കാൾ ശക്തമാവുകയും ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പങ്കാളിയുമായി ബന്ധപ്പെട്ട് ഐക്യം നിലനിർത്തുവാനും സാധിക്കും എന്ന കാര്യം ഓർക്കുക. പങ്കാളിയുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഐക്യം വർദ്ധിക്കുന്നതായ സമയം കൂടിയാണ് ഇത്.
പരസ്പര ധാരണ അത് ഏതൊരു വ്യക്തിയുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും വർദ്ധിക്കുവാൻ സഹായകരമായ ദിവസങ്ങളാണ് ഇത്. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ശുഭകരമായ വാർത്തകൾ കേൾക്കുവാനുള്ള അവസരങ്ങളും കടന്നുവരും എന്ന കാര്യവും ഓർക്കുക. പൊതുവെ നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ ദിവസങ്ങളാണ് വന്ന് ഭവിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയാം. ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുകയാണ് എങ്കിൽ ഇന്നു മുതൽ അടുത്ത 3 ദിവസങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തന്നെ ഭവിക്കും. അതിനാൽ ഈ സമയം ധനപരമായ നേട്ടങ്ങളും പ്രതീക്ഷിക്കാം എന്ന കാര്യം ഓർത്തിരിക്കുക. തൊഴിൽ പുരോഗതിക്കായി ഇവർ തിങ്കളാഴ്ച ശിവലിംഗത്തിൽ പാൽ അർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. ഒരു ചെമ്പ് പാത്രത്തിൽ കുറച്ച് പാൽ നിറച്ച് ഓം നമഃശിവായ എന്ന് പറഞ്ഞ് വ്യാപാര സ്ഥലത്ത് തളിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. ആ കാര്യവും ഓർക്കുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് വൃശ്ചികം രാശിയാകുന്നു. വൃശ്ചികം രാശിക്കാർക്ക് അനുകൂലവും ഫലദായകവുമായ സമയമാണ്, ദിവസങ്ങളാണ് വന്നു ചേർന്നിരിക്കുന്നത് എന്ന് പറയാം. വൃശ്ചികം രാശിക്കാർക്ക് കുടുംബാംഗങ്ങളോടൊപ്പം എവിടെയെങ്കിലും പോകുവാനുള്ള അവസരങ്ങൾ പോലും വന്നു ചേരാം. അത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം പകരുന്നതായ കാര്യങ്ങളായി മാറും. വരുമാനവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. വരുമാനം വർദ്ധിക്കുകയോ അല്ലെങ്കിൽ അധ്വാനത്തിനുള്ള പണം ശരിയായ രീതിയിൽ കൈകളിലേക്ക് വന്നു ചേരുകയോ ചെയ്യാം. ജോലികൾ ശരിയായ രീതിയിൽ തന്നെ പൂർത്തീകരിക്കുവാൻ സാധിക്കും. അനുകൂലമായ അന്തരീക്ഷം ഇന്നേ ദിവസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഇന്നേ ദിവസം തീർച്ചയായും നിങ്ങൾക്ക് ഗുണനിലവാരമുള്ള സമയം ചെലവഴിക്കുവാനുള്ള അവസരം തന്നെയാണ് വന്നു ചേരുക. ബന്ധം അത് പങ്കാളിയുമായി ബന്ധപ്പെട്ട് മുൻപത്തേക്കാൾ ശക്തമാകും. അഥവാ മറ്റു സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ടും തർക്കങ്ങൾ അല്ലെങ്കിൽ ബന്ധം കൂടുതൽ ദൃഢമാക്കുവാൻ സാധിക്കും. കുടുംബജീവിതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മംഗളകരമായ ചില കാര്യങ്ങൾ ഇന്നേ ദിവസം നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. സന്തോഷം പകരുന്ന ചില കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഇന്നേ ദിവസം മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരാവുന്നതാകുന്നു. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും സഹപ്രവർത്തകർ, വേണ്ടപ്പെട്ടവർ എന്നിവരിൽ നിന്നും പല കാര്യങ്ങൾക്കും പിന്തുണ ലഭിക്കാവുന്ന ഒരു സമയം കൂടിയാണ് ഇത്. ശരിയായ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായ സമയം. ഇന്നേ ദിവസം തീർച്ചയായും ശിവക്ഷേത്രത്തിൽ രാവിലെയും അതേപോലെ തന്നെ പകൽ സമയത്തും രാവിലെയും ദർശനം നടത്തേണ്ടത് അനിവാര്യമാകുന്നു. സാധിക്കാത്തവർ സന്ധ്യാസമയത്ത് ദർശനം നടത്തുക. ശിവചാലിസ പാരായണം ചെയ്യുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഇവർ ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു രാശി ധനു രാശിയാകുന്നു. ധനുരാശിക്കാർക്ക് അനുകൂലമായ ദിവസമാണ് എന്ന് തന്നെ പറയാം. പുതിയ വരുമാന സ്രോതസ്സുകൾ വന്ന് തുടങ്ങുന്നതായ സമയം. സ്വത്ത് സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് മഹാദേവന്റെ കടാക്ഷത്താൽ കൂടി അനുകൂലമായ കാര്യങ്ങൾ വന്ന് ചേരാവുന്നതാകുന്നു. ജോലിയോ ബിസിനസ് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ദിവസങ്ങൾ സമയം വന്ന് ചേരുന്നതായ സമയമാകുന്നു. കൂടാതെ സാമ്പത്തിക സ്ഥിതി കൂടുതൽ ശക്തമാവുകയും അനുകൂലമായ ഫലങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരുകയും ചെയ്യാം. കൂടാതെ ഈ സമയം പഴയ സുഹൃത്തുക്കളെയും പ്രിയപ്പെട്ടവരെയും കാണുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. സന്തോഷം പകരുന്നതായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. കുടുംബത്തിൽ സന്തോഷം, സമാധാനം, സ്ഥിരത കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയം കൂടിയാകുന്നു. ഈ സമയം പൊതുവെ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം. തീർച്ചയായും നിങ്ങൾ തിങ്കളാഴ്ച ക്ഷേത്രത്തിലോ ഏതെങ്കിലും വ്യക്തികൾക്കോ ഉണങ്ങിയ തേങ്ങ സമർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. പരമശിവനെ ധ്യാനിക്കുക. നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങൾ തന്നെ ഭഗവാന്റെ കടാക്ഷത്താൽ കടന്ന് വരിക തന്നെ ചെയ്യും.